ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്ന FCRA ബിൽ ഭേദഗതിക്കെതിരെ ഭീഷണിയുമായി അമേരിക്കൻ കോൺഗ്രസുകാരൻ റെയ്ലി എമ്മൂർ. സർ, എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? അതെ, റൈലി എമ്മൂർ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മെമ്പറാണ് അമേരിക്കൻ കോൺഗ്രസിൽ. അയാളൊരു കത്തോലിക്കനാണ്. അയാള് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അമെൻമെന്റ് ബില്ലിനെ നിശിതമായിട്ട് വിമർശിക്കുകയും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെല്ലാം വഷളാവും. അത് മാത്രമല്ല, ഈ ബില്ല് ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ഒരു ആക്രമണത്തിന്റെ തെളിവാണ് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ബില്ല് ക്രൈസ്തവരുടെ പള്ളികളും അതുപോലെ മറ്റ് മതപരിവർത്തന സംഘടനകളുണ്ടല്ലോ, ആ സംഘടനകളിലും കേന്ദ്ര ഗവൺമെന്റിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും. വിദേശ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് വൻ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കും. മനസ്സിലായില്ലേ എന്നാണ് അയാൾ പറയുന്നത്. അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സെന്റ് തോമസ് മലബാർ കോസ്റ്റിൽ വന്ന അന്ന് തൊട്ട് ക്രൈസ്തവരുടെ സാന്നിധ്യം ഭാരതത്തിൽ ഉണ്ടെന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. പക്ഷേ പഴയ ഒരു ജോൺ പോൾ രണ്ടാമന് ശേഷം പോപ്പായ ജോസഫ് റാറ്റ്സിംഗർ, ജർമ്മൻ ആയിട്ടുള്ള ജോസഫ് റാറ്റ്സിംഗർ, ബെനഡിക്ട് 16 എന്നിട്ട് അയാളുടെ പേര്, 12 എന്നിട്ട് നിങ്ങളുടെ പേരും അശ്രീകാര്യങ്ങളും, അയാള് പറഞ്ഞിട്ടുണ്ട് ഈ എന്താണ് തോമസ് ഇന്ത്യയിൽ വന്നിട്ടേ ഇല്ല എന്ന്. പിന്നെ അയാൾക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? അയാൾക്ക് എന്ത് വിവരമുണ്ട് അത് പറയാനായിട്ട്? അയാള് വളരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് ഈ സോഷ്യൽ മീഡിയയിൽ അയാളുടെ മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു നിയമം പാസാക്കുന്നത് ക്രൈസ്തവർക്കും ക്രൈസ്തവരുടെ മതസ്ഥാപനങ്ങൾക്കും പിന്നെ അല്ലെങ്കിൽ മതപരിവർത്തന സംഘടനകൾക്കും കൂച്ചുവിലങ്ങ ഇടാനായിട്ടാണെന്നുള്ള രീതിയിലാണ് അയാള് പറയുന്നത്. അത് മാത്രമല്ല, ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മൊത്തം തകരുമെന്ന് അയാള് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സർ, ഇയാൾ എക്സില് കുറിച്ചിട്ടുള്ളത് ഈ ക്രിസ്ത്യാനികൾക്കെതിരായ വ്യക്തമായിട്ടുള്ള ആക്രമണമാണ് ഈ FCRA ഭേദഗതി ബില്ലെന്ന് ഇയാൾ പറയുന്നുണ്ട്. അതെ, അയാൾ അങ്ങനെ പറയുള്ളൂ. കാരണം ഇവിടുന്ന് ഈ വിവരം ഉണ്ടാവില്ല. ഈ രാഷ്ട്രീയക്കാരനല്ലേ, പള്ളിക്കാരനാണ്, ബ്ലൈൻഡ് ഫെനാറ്റിക് ക്രിസ്ത്യനാണ്. അയാൾക്ക് ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഈ ഇവിടുത്തെ കത്തോലിക്ക ബിഷപ്പുമാരും മറ്റേ കുഴിവെട്ടുകാരും അതുപോലുള്ള വികാരികളും മറ്റേ വേറെ എന്തൊരു സാധനം ഉണ്ടല്ലോ, കപ്പ്യാരിമാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അയാളുടെ അടുത്ത് ഇങ്ങനെയാണ് ഇവിടെ എന്നുള്ളത്. അപ്പൊ ഇവരുടെ ചരിത്രം പറഞ്ഞാൽ ബഹുരസാണ്. 1959 നമ്മുടെ നാട്ടിൽ കേരളത്തിലൊരു വിമോചന സമരം നടന്നു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് ആ സമരത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ലോനപ്പൻ നമ്പാടൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ സഞ്ചരിക്കുന്ന വിശ്വാസി എന്ന് പറഞ്ഞ ആത്മകഥയുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ ചാര സംഘടനയായ CIA ആണ് വിമോചന സമരത്തിന് വേണ്ടി ഫണ്ട് ഒഴുക്കിയത്. ഇക്കാര്യം 1957 തന്നെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്ന എൽസ്വർത്ത് ബങ്കർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപകടകരമായ പ്രദേശം, അതായത് ഡേഞ്ചറസ് പ്ലേസ് എന്ന പുസ്തകത്തില് മുൻ അമേരിക്കൻ അംബാസഡർ ഡാനിയൽ പാട്രിക് മൊയ്നിഹാൻ CIA-യും കേരളത്തിലെ വിമോചന സമരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്ന SK പാട്ടീൽ, അയാൾ വഴിയാണ് ഈ വിമോചന സമരത്തിനുള്ള ഫണ്ട് വന്നുകൊണ്ടിരുന്നത്. ആ കാലത്തും അതിനുശേഷവും അമേരിക്കൻ എംബസി ഇന്ത്യൻ രാഷ്ട്രീയത്തില് വളരെയധികം സജീവമായ ഇടപെടലുകൾ നടത്തിയിരുന്ന കാലമാണ്. അപ്പൊ ഇതിന് വിമോചന സമരത്തെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത് കത്തോലിക്ക സഭയാണ്. 1959 അവര് ഒരു ഇടയ ലേഖനം പുറപ്പെടുവിച്ചു കത്തോലിക്ക ബിഷപ്പുമാര്. അതിന് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ അവരിവിടെ ഒരു വലിയ മീറ്റിംഗ് നടത്തി ബാംഗ്ലൂരിൽ വെച്ച്. 50 മണിക്കൂറോ 60 മണിക്കൂറോ ഉള്ള മീറ്റിംഗില് എങ്ങനെ കേരളത്തിലെ ഗവൺമെന്റിനെ താഴെ ഇറക്കാം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യുകയായിരുന്നു.
അത് വിമോചന സമരത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ് ലോനപ്പൻ നമ്പാടൻ എന്ന് ഓർക്കണം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് വിമോചന സമരം പള്ളിയും പ്രമാണിമാരും അമേരിക്കൻ ചാര സംഘടനയും അതുപോലെ കോൺഗ്രസ് പാർട്ടിയും ചേർന്ന് നടപ്പിലാക്കിയ ഗൂഢാലോചനയായിരുന്നു. അത് എന്നെപ്പോലുള്ളവർ തിരിച്ചറിഞ്ഞില്ല. ഇടതുപക്ഷ സഹയാത്രികനായി മാറിയ ശേഷം വിമോചന സമരത്തെക്കുറിച്ച് വീണ്ടും കൂലങ്കഷമായി വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ഗൂഢാലോചനയെ പറ്റി അറിവുണ്ടായത്. ബ്രിട്ടീഷ് ഗയാന, ഗ്വാട്ടിമാല, ഇറാൻ, കോങ്കോ, ബ്രസീൽ, കോസ്റ്റാറിക്ക എന്നിവിടങ്ങളിൽ അധികാരത്തിലിരുന്ന് സർക്കാരുകളെ മുഴുവൻ അട്ടിമറിച്ച കാര്യം CIA സമ്മതിച്ചതാണ്. ആ ഗവൺമെന്റുകളൊക്കെ കത്തോലിക്ക സഭയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. അവർക്ക് ഈ മതപ്രചരണമാണല്ലോ അവരുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് ഹീന പ്രവൃത്തി ചെയ്യാനും ഈ ബിഷപ്പുമാർക്കും കർദിനാളന്മാർക്കും തൊട്ട് കുഴിവെട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയിലെ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയിലെ ഒരാളുണ്ടല്ലോ കപ്പ്യാര്, അവർക്കൊന്നും ഒരു മടിയില്ല. അതിന്റെ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എത്ര ലക്ഷം ഡോളറാണ് ഇതിനു വേണ്ടി മുടക്കി എന്നുള്ളത്. അത് പാർലമെന്റ് അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാംഗമായിരുന്നു CP നാരായണൻ നായർ 1959 ഓഗസ്റ്റ് മാസത്തിൽ രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് അന്നത്തെ ധനകാര്യമന്ത്രി നൽകിയ മറുപടി 1959 ഡിസംബർ 23 ആണ് മറുപടി നൽകിയത്. അത് 1959 ജാനുവരി മുതൽ 1959 ജൂലൈ വരെയുള്ള 7 മാസക്കാലത്തിനിടയിൽ 13,96,162 രൂപയ്ക്കുള്ള ഡോളർ ചെക്കുകൾ കേരളത്തിൽ മാറിയിട്ടുണ്ടെന്നാ പറയുന്നത്. അത് കൂടാണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് 100-ലധികം നേതാക്കളെ ഇവിടെ നിന്ന് സൗജന്യമായിട്ട് പലപ്പോഴും സ്വിറ്റ്സർലൻഡിലെ എന്ന പട്ടണത്തിലെ മോറൽ റിയാർമെന്റ് മൂവ്മെന്റ് ഉണ്ട്. ഈ കത്തോലിക്ക സഭയുടെ കള്ളത്തരം മുഴുവൻ നടത്തുന്ന ആസൂത്രണം ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ കൊണ്ടുപോയി സുഖവാസ കേന്ദ്രത്തിൽ കൊണ്ടുപോയി നന്നായിട്ട് തീറ്റയും കുടിയും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് അവരെ തിരിച്ചുവിടെ കൊണ്ടുവിട്ടത്. അപ്പൊ അതുപോലെയുള്ള ഒരു ചരിത്രമുള്ള ഒരു ഗവൺമെന്റാണ് അമേരിക്കയ്ക്ക്. അത് മാത്രമല്ല, അതിനു മുമ്പ് ശേഷം എത്രയോ തവണ CIA ഇന്ത്യയിൽ നഗ്നമായി ഇടപെട്ടിരിക്കുന്നു. ഇന്ത്യൻ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഈ അമേരിക്കയിൽ നിന്ന് ടീച്ചേഴ്സ് എക്സ്ചേഞ്ച് പ്രോഗ്രാം അനുസരിച്ച് പല അധ്യാപികമാരും ഇവിടെ വരുന്നുണ്ട്. അവരൊക്കെ സുവിശേഷ പ്രാസംഗികരും സുവിശേഷ പ്രവർത്തകരുമാണ്. അവരിവിടെ വരുന്നതിന്റെ ഉദ്ദേശം കുട്ടികളുടെ മനസ്സിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതില് അമേരിക്കക്ക് ഇതിനെക്കുറിച്ച് ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇന്ത്യയില് അമേരിക്ക നടപ്പിലാക്കുന്ന പല ആഭ്യന്തര നിയമങ്ങളെ കുറിച്ച് എത്രയോ പ്രശ്നങ്ങൾ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ളത്. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. നമ്മുടെ കൺസേൺസ് നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതല്ലാതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ ആരും സംസാരിച്ചിട്ടില്ല. ഈ റൈലി മൂർ വളരെ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോ പാർലമെന്റിന്റെ ഇരു സഭകളും ഇതിലെ ഈ അപ്പസ്തോലനായ തോമസ് ലീഹ മലബാർ തീരത്തെത്തിയത് മുതലുള്ള ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഈ പോസ്റ്റിൽ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന സഭകളുടെയും ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുടെയും നിയന്ത്രണം സർക്കാരിന് ഏറ്റെടുക്കാൻ വഴിയൊരുക്കുന്നതാണ് പുതിയ ഭേദഗതി എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം പറയുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ വ്യക്തമായ നീക്കമാണിത്. ഈ ബില്ല് ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ ആശങ്കകൾക്കായിരിക്കും വഴിവെക്കാൻ പോകുന്നതെന്ന്. ഭീഷണിപ്പെടുത്തലല്ലേ അത്? അയാൾ ഇന്ത്യനെ ഭീഷണിപ്പെടുത്തിരിക്കുക. അത് മാത്രമൊന്നുമല്ല, നിയമത്തിൽ എന്താ ക്രിസ്ത്യാനികൾക്ക് വിരുദ്ധമായിട്ടുള്ളത്? ഇന്ത്യയിൽ എത്രയോ ഹൈന്ദവ സംഘടനകളുണ്ട്. ശ്രീരാമകൃഷ്ണ മിഷൻ, പിന്നെ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ഇവിടെ നമ്മുടെ കേരളത്തിലാണെങ്കിലും മാതാ അമൃതാനന്ദമയുടെ ആശ്രമം, അതുപോലെ കോയമ്പത്തൂരാണെങ്കിൽ സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ ആശ്രമം. ഇവർക്കൊന്നും ഇങ്ങനെയുള്ളൊരു ബില്ല് പറഞ്ഞതിന് പ്രശ്നമില്ല.
ഈ കത്തോലിക്കർക്കും ക്രിസ്ത്യാനിയിലെ ഒരു സഭകൾക്കും ഏതാനും സഭകൾക്കും മാത്രമാണ് ഈ ബില്ല് വരുന്നതിന്റെ പ്രശ്നം. കാരണം അവരുടെ പ്രധാന പ്രശ്നം അവരുടെ കള്ളത്തരം കൈയോടെ പിടിച്ചു ഗവൺമെന്റ്. അവർ ഈ കിട്ടുന്ന വിദേശ പണം മുഴുവനും ലെഫ്റ്റ് വിങ് തീവ്രവാദികൾക്കും പിന്നെ അതേപോലെ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ബില്ല് അവതരിപ്പിച്ചത്. ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇപ്പൊ പാർലമെന്റിന്റെ 2 സഭകളും ഒരാവശ്യം കൂടാതെ തടഞ്ഞു വെക്കുകയാണ്, ഡിസ്റപ്റ്റ് ചെയ്യാണ് അവര്. ഇത് ഈ ബില്ലിനെതിരായിട്ടുള്ള ഗൂഢാലോചനയുടെ നീക്കമാണത്. കാരണം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന് 1 വർഷത്തിനകം ഞങ്ങൾ താഴെ ഇറക്കും, നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അയാൾക്ക് അമേരിക്ക നൽകിയിരിക്കുന്ന വ്യക്തമായ സഹായത്തിന്റെയും സാമ്പത്തിക സഹായത്തിന്റെയും പശ്ചാത്തലത്തിലാണ് അയാളത് പറഞ്ഞിരിക്കുന്നത്. ഈ ബില്ലിനകത്ത് ക്രൈസ്തവർക്കെതിരായിട്ട് ഒന്നുമില്ല. അവർ പറയണത് എന്താ, ഒരു ഫോറിൻ ഒരു ഏത് സംഘടനകളാണെങ്കിലും വിദേശ സഹായം കൈപ്പറ്റുമ്പോൾ ആ സഹായം ആയിട്ട് ലഭിക്കുന്ന തുക എങ്ങനെ ഉപയോഗിച്ചു, എവിടെ ഉപയോഗിച്ചു, ആരുപയോഗിച്ചു എന്ന് വെളിപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, എല്ലാ വർഷവും അവർ രജിസ്ട്രേഷൻ പുതുക്കിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടും. രജിസ്ട്രേഷൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ടും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളും മറ്റ് ആൾക്കാർ കൊള്ളയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും. അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൾക്കാർക്ക് ഇതിനെ തിരിച്ചു കൊടുക്കും. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഹൈന്ദവ സംഘടനകൾ ഹിന്ദുക്കളുടെ ക്ഷേത്രം മുഴുവൻ സർക്കാരിനെ ഏറ്റെടുക്കാം. അതേസമയം ഈ പള്ളികൾക്കോ മദ്രസകൾക്കോ അല്ലെങ്കിൽ മോസ്കുകൾക്കോ ഇതൊന്നും ബാധകമല്ല. അവർക്ക് എന്ത് പോക്കിരിത്തരം വേണമെങ്കിലും കാണിക്കാം. ഈ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഈ കോഴിയിറച്ചി, ആട്ടിറച്ചിയും പന്നിയിറച്ചിയൊക്കെ തിന്ന് കൊഴുത്തിങ്ങനെ ഇരിക്കുക. എന്നിട്ട് അവര് എന്തൊക്കെ വൃത്തികേടാണ് കാട്ടിക്കൂട്ടണേന്ന് അറിയാമോ? ആ ബിഷപ്പുമാരുടെയൊക്കെ മുഖത്ത് കണ്ടാൽ അറിയാൻ പാടില്ലേ കള്ളന്മാരാന്നുള്ള ലക്ഷണം. ഇതിൽ ഇത്രമാത്രം ധാർമ്മിക രോഷം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് ജീവിക്കണം. അവർക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അവർ വല്ല വത്തിക്കാനിലേക്കോ കൊയിലാണ്ടിക്കോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോട്ടെ. അവര് കൊയിലാണ്ടി അല്ല, കൊയിലാണ്ടി കേരളത്തിന്റെ ഭാഗമാണ്. അവർക്ക് വേണമെങ്കിൽ നോർവേയോ സ്വീഡനോ ഓസ്ട്രേലിയയോ ഫിൻലാൻഡോ ഫ്രാൻസിലോ ജർമ്മനിയിലോ എവിടെയെങ്കിലും പോയി അവർ പണ്ടാറടങ്ങിക്കോട്ടെ. നിങ്ങൾ വരണ്ട അതും വെച്ചോ ഈ കയ്യിലിപ്പം കൊണ്ട്. തീർച്ചയായും സാറേ, ഇപ്പൊ ഈ ഭീഷണിക്ക് മുന്നിൽ, ഈ അമേരിക്കൻ കോൺഗ്രസ്സുകാരന്റെ ഭീഷണിക്ക് മുന്നിൽ എന്തായാലും ഇന്ത്യ ഈ ബില്ലിൽ നിന്ന് അല്ലെങ്കിൽ FCRA ഭേദഗതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമില്ലല്ലോ. പല രാജ്യങ്ങളിൽ അവര് ഭരണകൂടങ്ങളെ അട്ടിമറിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ പാട്രിക് ലുമുംബ എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ തലവനുണ്ട്. അദ്ദേഹത്തെ ക്രൈസ്തവ സഭയ്ക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു. കറുത്ത വർഗക്കാരനായിരുന്നു. അവർക്ക് കറുത്ത വർഗക്കാരെ ഒട്ടും ഇഷ്ടമല്ലല്ലോ റോമൻ കത്തോലിക്ക സഭയ്ക്ക്. ഇന്നേ വരെ അവർക്കൊരു കറുത്ത വർഗക്കാരനായ പോപ്പ് ഉണ്ടായിട്ടില്ല. ഉണ്ടാവുകയില്ല. അപ്പൊ കറുത്ത വർഗക്കാരന് മുമ്പിൽ വെളുത്ത മറ്റേ സായിപ്പ് മുട്ടുകുത്തില്ല. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമം ഉണ്ടാക്കുന്ന, അല്ലെ അവർ പറയുന്നത് പോലെ കേൾക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. ഇവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കയും അതുപോലെ കത്തോലിക്ക സഭയും അവരുടെ വത്തിക്കാനിലുള്ള ഇതല്ലേ പോപ്പുമില്ലേ, അവര് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. നമ്മൾ അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ പള്ളി ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരാ പ്രഖ്യാപിച്ചത്? വത്തിക്കാൻ. ഇന്ത്യയിലെ ഒരു സ്ഥലം അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കേണ്ട ചുമതല ഇന്ത്യക്കാണോ അതോ വത്തിക്കാനാണോ? അവർ ചെയ്യുന്ന മുഴുവൻ തെറ്റല്ലേ മുഴുവൻ. ഇതൊന്നും നമ്മൾ പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവര് ചാരിറ്റീസിന് വേണ്ടിയിട്ടാണ് അവര് ആശുപത്രി തുടങ്ങിയിരിക്കുന്നത്. ധർമാശുപത്രി ആയിട്ടാണ് തുടങ്ങുന്നത്. എന്താ പിന്നെ അവര് പൈസ മേടിക്കരുതല്ലോ. രോഗികൾ അവിടെ ചെല്ലുമ്പോൾ അവരോട് പൈസ മേടിക്കണല്ലേ. സാധാരണ സർക്കാർ ആശുപത്രിയിൽ 5 രൂപയ്ക്ക് കിട്ടുന്ന മരുന്ന് അവർ 500 രൂപയ്ക്കാണ് കിട്ടുന്നത്. അവര് ടു ബാഡ് മഹാകള്ളന്മാരാവരും. തുറന്നാ നുണേ പറയുള്ളൂ ഈ ബിഷപ്പുമാരും കർദിനാളന്മാരും ഒക്കെ.
എന്നിട്ട് അവര് അത് മാത്രമോ, ഈ വരുന്ന ഫണ്ടില്ലേ, വിദേശ ഫണ്ടിന്റെ 50% അല്ല 60% അവരുടെ ആവശ്യങ്ങൾക്ക്, അവർക്ക് കള്ളു കുടിക്കാനും അവർക്ക് ഇറച്ചി തിന്നാനും അവർക്ക് മറ്റു പല കാര്യങ്ങൾ നടത്താനും വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കണേ. എന്നിട്ട് 40% ഇവിടെ കൊണ്ട് മതപരിവർത്തനത്തിന് വേണ്ടി മുടക്കണവര്. നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി നടത്തുന്നത്. ഇത് ചർച്ചിന്റെ കാര്യം മാത്രമല്ല, പല നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. വേൾഡ് വിഷൻ, അതുപോലെ ഫോർഡ് ഫൗണ്ടേഷൻ ഇന്ത്യയിലെ ബ്രാഞ്ച്, ഇവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ കിട്ടുന്ന പൈസയുടെ 60% ശമ്പളമായിട്ട് എഴുതിയെടുക്കും. 4 പേരെ ഉണ്ടാവുള്ളൂ ഒരു ചാപ്റ്ററിൽ, 4 പേരെ ഉണ്ടാവുള്ളൂ. ഈ 4 പേരും കൂടി ഒരു വർഷം എന്താ പറയണ 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് 4 പേരും കൂടി 8 ലക്ഷം രൂപ എഴുതി ഒപ്പിടും. ബാക്കി 2 ലക്ഷം രൂപ വല്ല മിഠായി മേടിക്കാനോ ചോക്ലേറ്റ് മേടിക്കാനോ ബ്രെഡ് മേടിച്ചോ കൊടുക്കുമായിരുന്നു. ഇതാണ് നടക്കുന്ന മുഴുവനും. മറ്റാരും പറയാത്ത വാർത്തകൾ ഞങ്ങൾ പറയുന്നുണ്ട്. ഉറപ്പായും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ.